കിട്ടി 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 തക്കാളി കിട്ടി. ഹായ് ഗൈസ്, ഡോണ്ട് മൈൻഡ് മൈ കോലം, റെഡി ആവുന്നേ ഉള്ളൂ. അത് സോ ഇന്ന് ഞാൻ ആഫ്റ്റർ 1 month വീട്ടിലേക്ക് പോവുക. പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ്. ആക്ച്വലി ഇന്ന് വീട്ടിലോട്ട് പോകണമെങ്കിലും കുറേ പരിപാടികളുണ്ട്. ലൈക്ക് ഞാൻ സെൻറ്റ് പോൾസിലാണ് പഠിച്ചത്. സോ എൻ്റെ അനിയനീതി ഇപ്പോഴും അവിടെയാണ് പഠിക്കുന്നത്. അപ്പം ഈ സാറ്റർഡേ അവരുടെ സ്കൂളിലെ ആനുവൽ ഡേ. സോ അതിന് മേജർ റോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, കാണാൻ പോണ്ടേ. അങ്ങനെ പിന്നെ ഒരു ഡോക്ടറിന് അപ്പോയിൻമെന്റ് ഉണ്ട്. അങ്ങനെ കുറെ പരിപാടീസ് ഉണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ 2 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീക്കെൻഡ് പോകുന്നത്. പക്ഷേ പോവാതിരിക്കാനും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ആക്ച്വലി 2 ദിവസത്തേക്ക് മാത്രം പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ടയേർഡായിരിക്കും. ഒരു ദിവസം തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോകും. 12 hours അങ്ങോട്ടും 12 hours ഇങ്ങോട്ടും. ഭയങ്കര ടയേർഡാവുക. ആക്ച്വലി നമുക്കൊരു റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷേ പോയേ പറ്റും. ആക്ച്വലി ഞാൻ ഇന്നലെ വളരെ ഡൗൺ ആയിരുന്നു. സാധാരണ ഇന്നലെ തക്കാളി കിട്ടിയോണ്ട് ആക്ച്വലി പോകാൻ പറ്റും. ഞാൻ ബസ് ബുക്ക് ചെയ്തൊന്നും പോകില്ലെന്ന് പറഞ്ഞിരുന്നതാ. തക്കാളി കിട്ടിയാൽ പോകും. ഇനി തിരിച്ചു വരാൻ തക്കാളി കിട്ടിയാൽ മതിയായിരുന്നു. സോ തക്കാളി കിട്ടി. അത് ഇനി യൂഷ്വലി വൈകിട്ട് വന്ന് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കാറ്. ബട്ട് ഇന്നലെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആക്ച്വലി ഭയങ്കര ഡൗൺ ആയിരുന്നു. സോ ഒട്ടും പാക്ക് ചെയ്യാൻ തോന്നുന്നു. ഭയങ്കര മൂടിയായിരുന്നു. സോ എല്ലാം ഒന്നും എടുത്തിട്ട് വെച്ചില്ല. വെറുതെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പക്ഷെ ഉറക്കവും ഡിസ്റ്റർബ് ആയിരുന്നു. ആകെ അലമ്പായിട്ട് ഇന്ന് എണീറ്റേക്കുന്നത്. ഒട്ടും ഓക്കെ ആവുന്നില്ല. പക്ഷെ വീട്ടിൽ പോകുന്നോണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് മാത്രമുണ്ട്. സോ പാക്ക് ചെയ്യും. Hi, and I'm saying hi to who? Vlog poco. Just like Shoo. that. Shoo. Shoo. So guys, പോവാ സമയം മണി 4:10. ലേറ്റാണ്. മെട്രോയിലെത്തിയ സമയത്തിനെത്തിയാൽ മതിയായിരുന്നു. ട്രെയിനൊന്നും മിസ്സാവാതിരുന്നാൽ മതിയായിരുന്നു. ക്രിസ്മസായി. കുറച്ച് ലേറ്റായിപ്പോയി. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓടിപ്പടഞ്ഞ ഇറങ്ങിയത്.
ഓഫീസിലെ തീർത്ത് ഇറങ്ങി അവിടെ വെച്ചിട്ട് സമയം കിട്ടി. അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ എൻജോയ് ചെയ്തിരുന്നപ്പോഴാണ് അന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണെന്ന് ഓർത്തെ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് വാങ്ങണമെന്ന്. അങ്ങനെ ലാപ്പ് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ വെളുപ്പിന് 3 മണിക്ക് വീട്ടിലെത്തി, കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു, റെഡിയായി, നേരെ വിട്ടു ഹോസ്പിറ്റലിലേക്ക്. അമ്മേനെയും കൊണ്ടാണ് പോയി. അമ്മയ്ക്ക് ഒന്ന് ഓഫീസുള്ളത് കൊണ്ട് ഓൺ ദ വേ അമ്മേനെ ഓഫീസിൽ ആക്കിക്കൊണ്ട് വേണം പോകാനെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മേനെ പൊക്കിക്കൊണ്ട് പോയി. ആസ്റ്ററിലായിരുന്നു ഡോക്ടറെ കാണാൻ പോയി. ആസ്റ്ററിൽ ചെന്ന് മരുന്ന് വാങ്ങിച്ചു. പിന്നെ നേരെ അമ്മേനെ ഓഫീസിൽ കൊണ്ടാക്കി. അപ്പോഴാണ് അമ്മ പറഞ്ഞ് ഇവിടെ അടുത്ത് നല്ലൊരു ബേക്കറിയിൽ നല്ല ചൂട് മുട്ട പഫ്സ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന്. അങ്ങനെ അവിടെ ചെന്ന് അമ്മ എനിക്കൊരു സ്വീറ്റ് പൊറോട്ടയും നല്ലൊരു മുട്ട പഫ്സും വാങ്ങിച്ചു തന്നു. കിട്ടില്ല, ടേസ്റ്റായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ നല്ല മീൻകറിയും തോരനും കൂടി ചോറുണ്ടോണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ആ ശബ്ദം കേട്ടത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പാക്കേജ് വന്നെങ്കിലും സമയം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം റെഡിയായി സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോവുകയാണ്. അച്ചു പറന്ന് ഇടിമിന്നലടിച്ച താഴെ വീഴുന്നത് കാണാൻ. അങ്ങനെ വീഴുന്നത്. അങ്ങനെ മാള് പറഞ്ഞതുപോലെ അച്ചു പറന്നു ഉയരുന്നതും ഇടിമിന്നലേറ്റ് താഴെ വീഴുന്നതും എല്ലാം ഞങ്ങൾ കണ്ടു. നമ്മുടെ പറന്നു പോയി മിന്നലടിച്ച താഴെ വീണ സൂര്യാഘാതം അങ്ങനെ സ്കൂളിലെ ആനുവൽ ഡേ ഒക്കെ ഭംഗിയായി തീർന്നപ്പോഴാണ് വീട്ടിലെ പാക്കേജ് ഓർത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നെപ്പോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാളായി ആഗ്രഹിച്ച ആ ഡ്രീം ഞാൻ ഫുൾഫിൽ ചെയ്തു ഗൈസ്. സൺഡേ ഇന്ന് ബേസിക്കലി ഇന്നൊന്നും എടുത്തിട്ടില്ല വീഡിയോസ്. രാവിലെ എണീറ്റു, പള്ളിയിൽ പോയി, തിരിച്ചു വന്നു, ഫുഡ് അടിച്ചു, പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. അനിയത്തിക്ക് ഒരു എക്സാം ഉണ്ട്, അവളെ കൊണ്ട് ഡ്രോപ്പ് ഇട്ടു, തിരിച്ചു വന്നു. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, ഹാപ്പനിങ് അല്ലായിരുന്നു. ഞാനിപ്പോൾ അതേ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 5:10 ട്രെയിൻ. സോ